ഏത്തപ്പഴവും ചേനയും വീട്ടിലുള്ളപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ. മിക്കവർക്കും ചേനയോട് അത്ര താല്പര്യം കാണില്ല, എന്നാൽ ഇതുപോലെ ചെയ്താൽ എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും ഷാബാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേനയും 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ചേന നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരേ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാൻ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുത്തപ്പോൾ എനിക്ക് 250 ഗ്രാം കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഏത്തപ്പഴം കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. 2 ഏത്തപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് ഞാൻ 1 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മഞ്ഞൾപ്പൊടി നമുക്ക് മാവിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള ഏത്തപ്പഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്കൊരു തിക്ക് ബാറ്ററാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. മാവും പഴവും കൂടി നന്നായി നമ്മളൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒത്തിരി മധുരം വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. നല്ല മധുരം വേണമെന്നുള്ളവർ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് അല്പസമയം മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചേന ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1/4 ടീസ്പൂൺ അല്പം കൂടി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഉപ്പ് നമ്മൾ 1/2 ടീസ്പൂൺ എടുത്തിട്ടില്ല, 1/4 ടീസ്പൂണിൽ അല്പം കൂടി എടുത്തിട്ടുള്ളൂ. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം വെള്ളം ഒഴിച്ച് നന്നായി മിക്സാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിട്ടുള്ള ചേന ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം മസാല പുരട്ടി വെച്ചിട്ടുള്ള ചേന ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ഹാഫ് ഫ്രൈ ആക്കി എടുക്കുന്നതേ ഉള്ളൂ. ഒന്നുകൂടി നമുക്ക് കുക്ക് ചെയ്യാനുള്ളത് കൊണ്ടാണത്. ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആക്കുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ അല്പം നേരം വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 പ്രാവശ്യം ഞാൻ കുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാതിരുന്നത്. അങ്ങനെ അതേ കണ്ടില്ലേ, 2 ഭാഗവും നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചേനയെ നമുക്കിനി ബജിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. കറിവേപ്പില എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് ബജി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചേനയുടെ എല്ലാ ഭാഗത്തും നന്നായി പുരളത്തക്ക വിധം ഇതുപോലെ കവർ ചെയ്തെടുക്കണം. ഇത് നമുക്കിനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നും നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കവർ ചെയ്തെടുത്ത മാവെല്ലാം കണ്ടില്ലേ, നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത്ര മതി കേട്ടോ. നമുക്കിനി ഇത് കോരി മാറ്റാം. ഇതെല്ലാം കോരി മാറ്റിയ ശേഷം ബാക്കിയുള്ളത് കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു കട്ടൻ ചായ ഇട്ട് ചേന ബജി ഒന്ന് റെഡിയാക്കി കഴിച്ച ശേഷം ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും